ജോലി നിങ്ങൾക്ക് ഷുവറാ സിവിലിയൻസിൽ വന്നാൽ. ഈ ഒരുമിച്ചുള്ള ആൾക്കാരെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് മാത്രം ഒരൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ഇങ്ങനെ ഭയങ്കര ആ സമയം ഭയങ്കര വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം, എന്തെങ്കിലും ജോലി മതി. അതായത് നമ്മളപ്പോൾ ആലോചിക്കുന്ന ഷോർട്ട് ടേമിലുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ലോങ് ടേമിൽ മാത്രം ചിന്തിക്കുക. നമ്മൾ ക്ലാസ്സിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണോ അത് നമുക്ക് റിസൾട്ട് ആയിരിക്കും എന്തായാലും. ഞാൻ ഒരു വർഷം വീട്ടിലിരുന്ന് പഠിച്ചു, എന്നാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ്സാണ്. എൻ്റെ അമ്മ അച്ഛനില്ലാതെയാണ് എന്നെ വളർത്തിയത്. ഞാൻ 3 വയസ്സായപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു വരുന്നു. ആ ഒരു കുറവൊന്നും നമുക്ക് ഉണ്ടായില്ല. അച്ഛനില്ല എന്നുള്ളൊരു നമുക്ക് ഒരു കുറവും ഇല്ലാതെ നോക്കി. അപ്പം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും, തിരിച്ച് എന്ത് ഗിഫ്റ്റ് കൊടുക്കാം. ഇത് ഒരു വലിയൊരു കാരണം നമുക്ക് ഇതിന് ശേഷം ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് എവിടെ കിട്ടുമെന്നറിയില്ല. സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് പൗർണമി CK. എനിക്കാണ് ഈ ജനുവരിയിലുണ്ടായ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 LSTD എക്സാമിൽ 2nd റാങ്ക് കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ 2023 ജൂലൈ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചത് GC കണ്ണൂരാണ്. അവിടെ നിന്നും 2023 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ ആ വർഷം തന്നെ ഞാനിവിടെ എത്താൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ ഒരു പ്രൊജക്റ്റ് ഗൈഡ് ഉണ്ടായിരുന്നു. ആ മിസ്സിൻ്റെ ഒരു അഡ്വൈസാണ്. അതായത് ഇപ്പം നമ്മൾ പഠിപ്പിക്കാനൊക്കെ പോകുന്നതാണെങ്കിൽ നിങ്ങൾ MTech എടുത്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണ് ലക്ഷ്യം എന്നാണെങ്കിൽ ഇപ്പോൾ നേരെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക, സിവിലിയൻസിൽ ജോയിൻ ചെയ്ത് നല്ലതാ, ഇനി ഒരുപാട് എക്സാംസ് വരുന്നുണ്ടെന്നൊക്കെ മിസ്സായിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് മുന്നേ എന്താണെന്ന് വെച്ചാൽ PSC പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു ഐഡിയ ഇല്ല. എവിടെ കോച്ചിങ്ങിന് പോകണം എന്നൊരു ഐഡിയ ഇല്ല, അതിൽ ഏത് PSC പഠിക്കണം എന്ന് ഐഡിയ ഇല്ല. മിസ്സ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എന്തായാലും നേരെ ഇവിടെ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ എന്നേക്കാൾ ഡബിൾ ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ. ഞാനാണെങ്കിൽ ദൂരെ പോകണമല്ലോ, എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത്, ആ സമയത്ത് തിരുവനന്തപുരത്താണ് ഈ സിവിലിയൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രയും ദൂരം വരണം എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ പോവും, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ നേരെ നാളെ തന്നെ ജോയിൻ ചെയ്യാം, വേഗം തന്നെ പോകാമെന്നുള്ളൊരു ആ ഒരു മൈൻഡായിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ സിവിലിയൻസിലെത്തിയത്. അത് 23 പാസ് ഔട്ടായി, 23 തന്നെ സിവിലിയൻസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ സിവിലിയൻസിൽ വന്നപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ഗോകുൽ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ഷുവറായിരുന്നു നമുക്ക് എന്തായാലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു കാര്യം. സാറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മോട്ടിവേഷൻ അല്ലേ. സാറ് പറഞ്ഞത് ഏതെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലോ നമുക്ക് എന്തായാലും ഒരു ജോലി ഷുവർ ആണ് എന്നുള്ളത് സാറാന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണെന്നുള്ളൊരു കാര്യവും സാറ് പറഞ്ഞിരുന്നു. ആ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായത്, കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആ ഒരു ഇതുകൊണ്ട് പഠിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരു സാറ് പറയായിരുന്നു, അതൊരു അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, ഒരു ദിവസം പഠിച്ച്, ഒരു ദിവസം ഒരുപാട് പഠിച്ച് അടുത്ത ദിവസം ഒന്നും പഠിക്കാണ്ടിരിക്കുന്നതിലും നമ്മൾ എല്ലാ ദിവസവും കുറച്ച് പഠിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് എവിടെ കിട്ടുമെന്നറിയില്ല. അങ്ങനെ അതിൽ തന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് BM മിസ്, നമ്മുടെ ശ്രുതി മിസ്സിൻ്റെ കാര്യമാണ്. ഞാനിപ്പോൾ 2023 ഇവിടെ ക്ലാസ് കഴിഞ്ഞത്. എന്നാൽ പോലും അതായത് ഇപ്പോൾ നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മിസ്സ് പറഞ്ഞ കാര്യങ്ങൾ അതിപ്പോഴും നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ഓരോ പോയിന്റ്സ് ആയാലും അങ്ങനെ ഓരോ ടീച്ചേഴ്സിനെ എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഗോകുൽ സാർ ആയാലും, സാറ് ക്ലാസ്സിൽ ഓരോ കഥ പറഞ്ഞല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗം പഠിക്കുമ്പോൾ സാറിൻ്റെ ആ കഥ, അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ കഥ, അങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരും. ആ ഒരു കാര്യം, അതായത് നമ്മൾ ക്ലാസ്സിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണോ അത് നമുക്ക് റിസൾട്ട് ആയിരിക്കും എന്തായാലും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഒരു വർഷം വീട്ടിലിരുന്ന് പഠിച്ചു, എന്നാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് അത്രയും ഫോക്കസ്ഡായി തറവായി പഠിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ സ്ട്രിക്റ്റ് സ്റ്റഡി എന്നുള്ള മാത്രമല്ലല്ലോ, നമുക്ക് നല്ല ഫണ്ണാണ്, അതിൻ്റെ കൂടെ പഠിക്കുക. പിന്നെ മെയിനായിട്ട് ഇവിടെ ഒരുപാട് കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു പഠിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിലിരുന്ന് തന്നെ. അപ്പോൾ നമുക്ക് അവർ MCQ ബുക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും.
അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വെയിറ്റുള്ള ബുക്ക് എടുത്ത് പോയി കൊണ്ടുവന്ന് പിന്നെ ചെയ്യാനുള്ള ഒരു മെനക്കേടാണല്ലോ. അതിന് അവിടെ തന്നെ നമുക്ക് MCQ ബുക്ക് അവർ വൈകിട്ട് പ്രൊവൈഡ് ചെയ്യും. അതും നമുക്ക് എത്ര നേരം ഇരിക്കാം, രാത്രി വരെ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മളെ വിളിക്കും, പഠിക്കുന്നില്ലേ, അപ്പം നമ്മൾ എന്തായാലും അവർ പഠിക്കുന്നുണ്ട് അപ്പം നമുക്കും പഠിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് വരും. അതുമാത്രമല്ല പിന്നെ ഒരുപാട് തിയറിയും സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് തോന്നും. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ആണെങ്കിൽ അത് കൂടുതൽ നമുക്കങ്ങനെ മടുപ്പ് വരില്ല, കൂടുതൽ ഫണ്ണായിരിക്കും, രസമായിരിക്കും. കാരണം ഓരോ കാര്യം പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ഫൺ എലമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. അടുത്ത ദിവസം ക്ലാസ് കയറണമെങ്കിൽ നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റില്ല. ആ ഒരു ഫാക്ടർ കാരണം നമ്മൾ എന്തായാലും പഠിക്കും. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ആ നോട്ട്സ് ഫുള്ള് തറവായി. ബാക്കി പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിനായാലും ഭയങ്കര സപ്പോർട്ടീവാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും അതെ, പിന്നെ മെൻറ്റേഴ്സ് ആയാലും അതെ. BTech ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പഠിച്ച ഗവൺമെൻറ് കോളേജിലാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പ്ലേസ്മെൻ്റ് ആയി, ചിലവരല്ലാതെയും ജോലിക്ക് കയറി. അപ്പോൾ ഈ ഒരു PSC എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ലല്ലോ, ആൾക്കാരുടെ ഒരു മനോഭാവം നമുക്കറിയാമല്ലോ. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു 5000 രൂപക്കാണെങ്കിൽ 5000 രൂപക്ക് ജോലിക്ക് പോകാം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഇടയ്ക്ക്. ഈ ഒരുമിച്ചുള്ള ആൾക്കാരെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് മാത്രം ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ഇങ്ങനെ ആ സമയം ഭയങ്കര വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം, എന്തെങ്കിലും ജോലി മതി ആ സമയം. അതായത് നമ്മളപ്പോൾ ആലോചിക്കുന്ന ഷോർട്ട് ടേമിലുള്ള കാര്യമാണ്, പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ലോങ് ടേമിൽ മാത്രം ചിന്തിക്കാം. ഇപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾക്കൊരു ഇത്ര പൈസ കിട്ടും എന്നുള്ളതല്ല ശരിക്കും കാര്യം. നമ്മൾ ഒരു വർഷം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ലോങ് ടേമിൽ നല്ല ഇൻകം എന്നല്ല, എല്ലാ രീതിയിലും നമുക്ക് നോക്കുമ്പോൾ ഒരു നല്ല സെക്യൂർ ആണ് ഗവൺമെൻറ് ജോലിയൊക്കെ ആണെങ്കിൽ. പിന്നെ എനിക്ക് അത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വാശിയിൽ തന്നെ പഠിച്ചതാണ്. എൻ്റെ അച്ഛനില്ലാതെയാണ് എന്നെ വളർത്തിയത്. അതെ, ഞാൻ 3 വയസ്സായപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു വരുന്നു. ആ ഒരു കുറവൊന്നും നമുക്ക് ഉണ്ടായില്ല അച്ഛനില്ല എന്നുള്ളൊരു. കാരണം അത്രയും മാക്സിമം അതായത് അത്ര എന്താ പറയുക, അതിന് എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഒരു കുറവും ഇല്ലാതെ നോക്കിയേ. അപ്പം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും, തിരിച്ചെന്ത് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് വലിയൊരു. കാരണം നമുക്ക് ഇതിന് ശേഷം ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു റിസൾട്ട് വന്നപ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എന്താ എല്ലാവരോടൊന്നും പറയണ്ട, ഇപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരട്ടെ എന്നിട്ട് നോക്കാം. പക്ഷെ അമ്മയാണെങ്കിൽ അന്ന് തന്നെ കുറച്ച് നേരം വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് കിട്ടും. കാരണം എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ മാർക്ക് ഞാൻ നോക്കിയിരുന്നു, ഏകദേശം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് നല്ല സന്തോഷമായി. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നെ പറയണ്ടല്ലോ, 2nd റാങ്ക്, അതും നല്ല മാർക്ക് എന്നുള്ളതിലുപരി എനിക്കൊരു നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ കാര്യം. അതിന് ഒരുപാട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി. എല്ലാ ബുക്കും റെഫർ ചെയ്തിരിക്കുന്ന സിവിലിയൻസിൻ്റെ ബുക്ക് തന്നെയാണ്. PYQ ആണെങ്കിലും MCQ ആണെങ്കിലും ക്വിക്ക് റിവിഷൻ നോട്ട്സ്, പിന്നെ എല്ലാത്തിലും ഉപരി എന്ന് പറയുന്ന ഏറ്റവും ബേസ് ഇവരെ നോട്ട്സ് തന്നെയാണ്, നമ്മൾ ക്ലാസ്സിൽ എഴുതിയെടുക്കുന്ന നോട്ട്സ്. അതിൻ്റെ കൂടെ ഒരു പറ്റുന്നത്രയും MCQ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നുള്ള പഠിത്തത്തിൽ ഈ MCQ കൂടുതൽ നോട്ട് പോലെ MCQ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ള രീതിയിലായി. അങ്ങനെ MCQ നോട്ട് ഇത്രയും കംപ്ലീറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ PYQ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ OMR ഷീറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് അതിലിങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ തന്നെ. അതായത് സാധാരണ നമ്മളെങ്ങനെ എക്സാം എഴുതുന്നു അതുപോലെ ഇപ്പോൾ 1 മണിക്കൂറാണെങ്കിൽ ടൈം അത്ര സമയം വെച്ച് ഇങ്ങനെ എക്സാം എഴുതുമായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ നെഗറ്റീവ് മാർക്ക് കുറക്കാൻ വേണ്ടി. സമയവും, അതായത് നമുക്ക് എക്സാമിന് ഒരുപാട് സമയം കിട്ടുമായിരുന്നു. ഈ എഴുതി നമ്മൾ പ്രാക്ടീസ് ആയി നല്ല സ്പീഡ് കൂടും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കൂടുതലുള്ളവർക്കും ഇതുപോലെ എക്സാമിന് സമയം കിട്ടുന്നില്ല എന്നുള്ളവർക്കും ഇത് ഒരു നല്ല മെത്തഡാണ്. PYQ ബുക്ക് വാങ്ങി കുറേ ആൾക്കാർ ഷെൽഫിൽ വെക്കുമായിരിക്കും, ഇതുപോലെ നല്ല വലിയ ബുക്കാണ് എങ്ങനെ പഠിക്കുന്നല്ലോ ആലോചിച്ച്. നമ്മൾ ഒരു പേജ് വെച്ച് തുടങ്ങിയാലല്ലേ ബാക്കി മറച്ച് വരാൻ പറ്റൂ. അപ്പോൾ ഒരു പേജ് വെച്ച് തുടങ്ങാം അങ്ങോട്ട്. അതിന് ഇപ്പം നാളെ തുടങ്ങാമെന്നൊന്നുമില്ല. ഇപ്പം അങ്ങനെ ആലോചിക്കുന്നുണ്ട്, അപ്പം തന്നെ തുടങ്ങണം. അപ്പോൾ സിവിലിയൻസിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. വീക്ക്ലി എക്സാംസ് അതിന് വേണ്ടി നല്ലപോലെ പഠിക്കുമായിരുന്നു. അതിന് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ദിവസം എടുക്കുന്ന കാര്യം അന്ന് തന്നെ പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു ഭാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ പറ്റുന്ന MCQ ബുക്ക് പിന്നെയും ചെയ്യാൻ നോക്കും.
അപ്പോൾ അങ്ങനെ നല്ല മാർക്കൊക്കെ കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും പഠിത്തം മാത്രമല്ല, നമുക്കിപ്പോൾ സെലിബ്രേഷൻ, ഓണം ഉണ്ടെങ്കിൽ ഓണം, ക്രിസ്മസ് ഉണ്ടെങ്കിൽ ക്രിസ്മസ്, എല്ലാം ഉണ്ടാകും. അങ്ങനെ പഠിത്തം മാത്രമായി നമ്മളിങ്ങനെ ചുരുങ്ങി പോകുന്നില്ല ഇവിടെ. അപ്പോൾ ഇവിടെ വന്നാൽ പഠിക്കാം, ആഘോഷിക്കാം, ജോലി നേടാം. അത് തന്നെ ഫൈനൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ജോലി നിങ്ങൾക്ക് ഷുവറാ സിവിലിയൻസിൽ വന്നാൽ. പിന്നെ കമ്പൈൻ സ്റ്റഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വൈകുന്നേരം ഇരുന്ന് പഠിക്കും. അതുപോലെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 1 വർഷം കോച്ചിങ്, അത് കഴിഞ്ഞ് 1 വർഷം വീട്ടിലിരുന്ന് പഠിച്ചു. അപ്പോഴും കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് ചെയ്യുന്നത് മാത്രം, അങ്ങനെ മാത്രമേ നമ്മൾ പഠിക്കൂ. പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോക്കുക. അതായത് അത് നിങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അല്ല, അതിങ്ങനെ ആകും. അതായത് നമ്മളിപ്പോൾ ഒരു പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു കൂട്ടം ഫ്രണ്ട്സ് ഇങ്ങനെ വരും, പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും. നല്ല ഫ്രണ്ട്സായി നിങ്ങളെല്ലാവരും ഓരോ പൊസിഷനിൽ കയറി വന്നിട്ട്, അപ്പോൾ അതാകുമ്പോൾ ഒരു രസമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കേ ഇല്ല. കാരണം ഇവിടെ ചായ കുടിക്കാൻ പോകാം പഠിക്കുന്നതിനിടയ്ക്ക്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വന്ന് പഠിക്കാം, പിന്നെ ചോറ് തിന്നാൻ പോകാം, പിന്നെയും വന്ന് പഠിക്കാം. അങ്ങനെ ഒരു രസമായിരിക്കും. അത് പഠിത്തം നടക്കും, എന്നാൽ ഒട്ടും ബോറടിക്കില്ല. അതാണൊരു കാര്യം. അപ്പോൾ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കും നിങ്ങളെ പഠിത്തം. അത് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ക്ലാസ് എൻഡ് ചെയ്യുന്ന അത്രയും വരെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പഠിക്കുമായിരിക്കും, പഠിച്ച് പിന്നെ മടുത്ത് പിന്നെ പഠിക്കില്ല. അങ്ങനെ ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. അതാണ് മെയിൻ. അപ്പോൾ ഞാനിവിടെ 2023 ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് 2024 മെയ് വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2024 മെയ് തൊട്ട് പിന്നെ 2025 ജനുവരിയിലാണ് എൻ്റെ ഈ കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയുള്ള സ്പാനിൽ എന്ന് പറഞ്ഞാൽ ഫുൾ കൺസിസ്റ്റൻ്റ് ആയി, ഫുൾ ഫോക്കസ്ഡ് ആയി പഠിക്കുക, എവിടെയും പോവാതെ. അതായത് നമ്മൾ ആ ഒരു കാലയളവ് എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ബാക്കി ഫങ്ഷൻസ് ആയാലും എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ ഈ ജോലി സെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിന് നമുക്ക് പോവാമല്ലോ. അപ്പോൾ അത്രയും കാലം കൺസിസ്റ്റൻ്റ് ആയി ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഈ PSC പഠിക്കുന്നവരുടെ ഒരു ട്രെൻഡ് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ആദ്യം PSC കുറച്ച് പഠിക്കും, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ വേറെ എന്തിനെങ്കിലും പോകും, അത് കഴിഞ്ഞ് പിന്നെയും വിചാരിക്കും അത് മടക്കുമ്പോൾ വീണ്ടും കുറച്ച് നാൾ കൂടി പഠിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ഇതിനെന്ന് പറഞ്ഞാൽ സമയം എടുക്കുമായിരിക്കും, എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ തന്നെ നോക്കും, 2 വർഷം എടുത്തു. 2 വർഷം എടുത്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അത് വേറെ ഒന്നിനും പോവാതെ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇതുപോലെ പല പല കാര്യങ്ങൾക്ക് പോയി എന്നിട്ട് പിന്നെ കുറച്ച് നാൾ PSC പഠിച്ച് അങ്ങനെ എന്നിട്ടാണ് PSC കിട്ടാത്തതെന്ന് പറയുന്നത് ശരിക്കും ഒരു അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. PSCക്ക് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും അതിനു വേണ്ടി പഠിക്കണം, അതിനു വേണ്ടി മാത്രം പഠിക്കണം. ഫുൾ ഫോക്കസ്ഡായി കൺസിസ്റ്റൻ്റായി അങ്ങനെ പഠിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തായാലും ഷുവറാ കിട്ടും, കിട്ടാതെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മെൻറ്റേഴ്സ് ഇങ്ങനെ ഉണ്ടാവും, നമ്മളെ വിളിച്ച് അന്വേഷിക്കും, അത് പഠിക്കുന്നില്ലേ. എൻ്റെ മെൻറ്റർ ആനിസ് മിസ് ആയിരുന്നു. അപ്പോൾ മിസ് എപ്പോഴും വിളിക്കും ഇതുപോലെ പഠിക്കുന്നില്ലേ. ഇപ്പോൾ ഞാനിവിടെ സിവിലിയൻസിലെ A സ്റ്റാൻഡേർഡ് ബാച്ചിൻ്റെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുട്ടികളെ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത്. കാരണം നമ്മളും അതേ ഒരു ഇതല്ലേ, നമ്മൾ പഠിച്ചു, അപ്പം നമ്മളെ മിസ് വിളിച്ചു, ഇപ്പോൾ നമ്മൾ ഇതുപോലെ കുട്ടികളെ വിളിക്കുന്നു. അപ്പോൾ ഈ റാങ്ക് കിട്ടിയ സമയത്താണെങ്കിൽ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുട്ടികൾ ചോദിക്കായിരുന്നു, ഇതാണോ ഈ പൗർണമിയാണോ, കാരണം നമ്മൾ കാണുന്നില്ല, കാരണം ഓൺലൈൻ ബാച്ചാണ്, ഈ സൗണ്ട് കേട്ടിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എന്നാലും പൗർണമി അങ്ങനെ ഒരുപാട് ഉള്ള വേറെ എല്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പൗർണമിയാണോ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ട് തന്നെ ഒരുപാട് ഇതുപോലെ എങ്ങനെയാ പഠിച്ചത്, സ്ട്രാറ്റജി എന്താ, ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റാങ്ക് കിട്ടിയ ആളെടുത്ത് സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. നിങ്ങളിപ്പോൾ PSC പഠിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു പോയിന്റിൽ പോലും നിങ്ങൾ തളർന്നു പോവാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കായിരിക്കും, പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കാൻ പാടില്ല. നമ്മളെന്തായാലും ഒരു ദിവസം, അതായത് റിസൾട്ട് വന്നാലുള്ളൊരു ദിവസം ഉണ്ടല്ലോ, അതിന് ശേഷം ഉള്ളതും അതിന് മുന്നേ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ഫേസിലുള്ള ആൾക്കാരുടെ മനോഭാവമല്ലേ നമ്മളെടുത്തല്ലേ, ഭയങ്കര വ്യത്യാസമായിരിക്കും. അത് എല്ലാവർക്കും ഒരു നമുക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ആയാലും
കിട്ടി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു എന്തോ കിട്ടിയൊരു ഇത്, അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര വില തോന്നും നമ്മളോട്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പഠിക്കുക. എന്തായാലും ഒരു ദിവസം അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. Start your preparations for engineering competitive exams from top educators. Learn from the best.